1000 രൂപയിൽ താഴെ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ഒരു ബിസിനസ്, മാസം മിനിമം 20,000 രൂപയിൽ അധികം നേടാവുന്ന ഒരു ബിസിനസ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകില്ല. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതാണ്. വീട്ടിലിരുന്ന് ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാലോ? അധികം അധ്വാനമില്ലാതെ നല്ല വരുമാനം നേടാൻ കഴിയുന്ന ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് നിർമ്മാണം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ചോക്ലേറ്റ്. പിറന്നാളിനാകട്ടെ, ആഘോഷങ്ങൾക്കാകട്ടെ, ഇതിനൊക്കെ സമ്മാനമായി നൽകാനും ആളുകൾക്ക് ഇത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഇത് നമുക്ക് തുടങ്ങാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. വീട്ടിൽ നിന്ന് തന്നെ വീട്ടമ്മമാർക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇത് തുടങ്ങാൻ പറ്റും. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം. നമുക്കിതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ്. ഇത് നമുക്ക് ഡാർക്ക്, മിൽക്ക്, വൈറ്റ് ടൈപ്പിലൊക്കെ ഈ കോമ്പൗണ്ടുകൾ വിപണിയിൽ ലഭ്യമാണ്. ബേക്കിംഗ് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. പക്ഷെ അവിടെ അല്പം വില കൂടുതലായിരിക്കും. ബൾക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വില കുറച്ച് ലഭിക്കുന്നതാണ്. ഈ ബൾക്കായിട്ട് കിട്ടുന്നതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. രണ്ടാമത് വേണ്ടത് ഫില്ലിങ്ങിനായിട്ട് നമുക്ക് വേണ്ട നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, കാരമൽ, ഇതുപോലെയുള്ള സാധനങ്ങൾ വേണ്ടിവരും. ഇനി ലാസ്റ്റ് ഇതിന് വേണ്ടത് പല ആകൃതിയിലുള്ള സിലിക്കൺ ചോക്ലേറ്റ് മോൾഡുകൾ ലഭ്യമാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഏതാണ്ടൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഈ കൊറോണ സമയത്ത് പലരും പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. വീട്ടാവശ്യത്തിന് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാൽ അതൊരു ചെറിയ ബിസിനസ് ആയിട്ട് അവർ മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മളുടെ ചോക്ലേറ്റ് കോമ്പൗണ്ട്, അത് വലിയ കട്ടിയുള്ള ഒരു സാധനമാണ്. അത് വന്ന് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. ഇനി വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് ആണ്. അതിന് ചെറിയ എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ പ്രോഡക്ട്സ് എന്നുള്ള സ്ഥലത്ത് അതിൻ്റെ ലിങ്ക് കാണും. അവിടെ കയറിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. വേണമെങ്കിൽ മേടിക്കാനും പറ്റും. ഇവിടെ നമ്മൾ വീട്ടിൽ ഈ മെഷീൻ ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കണം. അതിന് മുകളിൽ വേറൊരു ചെറിയ പാത്രം വെച്ച് ഈ ചോക്ലേറ്റ് അതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ പതിയെ പതിയെ അത് ഉരുകി വരുന്നതാണ്. ഇതിനെയാണ് ഡബിൾ ബോയിലിംഗ് രീതി എന്ന് പറയുന്നത്. അങ്ങനെ ആണിത് ഉരുക്കിയെടുക്കേണ്ടത്. നേരിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ടിട്ട് അടുപ്പത്ത് വെച്ചാൽ അത് കരിഞ്ഞു പോകും. പിന്നെ അത് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനൊന്നും കൊള്ളത്തില്ല. ഇനി ചെയ്യേണ്ടത്, നന്നായിട്ട് ഉരുകിക്കഴിഞ്ഞാൽ ഇത് മോൾഡുകളിലേക്ക്, സിലിക്കൺ മോൾഡുകൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ മോൾഡുകളിലേക്ക് പല ഷേപ്പിലുള്ളതായിരിക്കും. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത ശേഷം മോൾഡ് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് അതിനകത്തെ എയർ ബബിൾസ് പുറത്ത് കളയണം. വായു കാണും. അതൊക്കെ പുറത്ത് കളഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഷേപ്പിൽ നമുക്കത് കിട്ടും. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. നമ്മളുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിന് നമുക്ക് ജാറുകളിൽ വേണമെങ്കിൽ ജാറുകളിലാക്കി കൊടുക്കാം. ഇനി അതല്ല, ഫോയിൽ പേപ്പർ മേടിച്ച് അതിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ലാഭം എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 1 കിലോ ചോക്ലേറ്റ് കോമ്പൗണ്ടിന് ഏകദേശം ഹോൾസെയിൽ വില 250 രൂപ തൊട്ട് 300 രൂപയ്ക്കുള്ളിൽ കിട്ടും. അതിന്റെ ലിങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി മോൾഡുകൾക്ക് അതും 100 രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് പല തരത്തിലുള്ള മോൾഡുകൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് അത് വാങ്ങിക്കാവുന്നതാണ്. ഇനി പാക്കിംഗ് മെറ്റീരിയൽ, ഞാൻ പറഞ്ഞ ഫോയിലും കാര്യങ്ങളും ഒക്കെ, അതും ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അതിന് ഏകദേശം എല്ലാം കൂടെ നമുക്കൊരു 800-1000 രൂപയ്ക്കുള്ളിൽ ഇത് നിർത്താൻ പറ്റും. 1 കിലോ കോമ്പൗണ്ട് കൊണ്ട് നമുക്ക് ഏകദേശം 80 തൊട്ട് 100 വരെ ചെറിയ ചോക്ലേറ്റുകൾ ഉണ്ടാക്കാം. നട്ട്സും മറ്റ് ചെലവുകളും എല്ലാം ചേർത്താൽ ഒരു ചോക്ലേറ്റിന് വരുന്ന നിർമ്മാണ ചെലവ് ഏകദേശം 4 മുതൽ 5 രൂപ വരെയാണ്. ഡിപ്പെൻഡ് അപ്പോൺ യു. നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത്തരം ഹോം മെയ്ഡ് ചോക്ലേറ്റിന് കുറഞ്ഞത് നമുക്കൊരു 15 രൂപ മുതൽ 20 രൂപ വരെ വിലയിട്ട് വിൽക്കാം. അതായത് ഒരു ചോക്ലേറ്റിൽ നിന്ന് നമുക്ക് 10 രൂപയിൽ കൂടുതൽ ലാഭം കിട്ടും. ഒരു ദിവസം നമ്മൾ 50 ചോക്ലേറ്റ് വിറ്റാൽ പോലും 500 രൂപ
ലാഭം കിട്ടും. വെറുതെ ഇത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് വിൽക്കുകയും വേണ്ടേ? നല്ല ഭംഗിയുള്ള ബോക്സുകളിൽ ഇത് പാക്ക് ചെയ്യുന്നത് ആളുകളെ ആകർഷിക്കാൻ വളരെ സഹായിക്കും. നിങ്ങളുടെ വീടിനടുത്തുള്ള കടകളിലും ബേക്കറികളിലും ഓർഡർ അനുസരിച്ച് ഇത് നൽകാം. കൂടാതെ നിങ്ങൾക്ക് ഓൺലൈനിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ വഴി ഒരു പേജ് തുടങ്ങി വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡറുകൾ സ്വീകരിക്കാവുന്നതാണ്. കൂടാതെ നമ്മളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ ഡയറക്റ്റ് മെസ്സേജുകൾ അയച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പതുക്കെയാണ് നമ്മൾ ഈ ബിസിനസ് വളർത്തിയെടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള കാറ്ററിംഗുകാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോക്ലേറ്റുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡറുകൾ ബൾക്കായിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ പിടിക്കാവുന്നതാണ്. പിന്നെ ചെറിയ തോതിൽ തുടങ്ങുമ്പോൾ വലിയ ലൈസൻസുകളൊന്നും ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ FSSAI ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അതൊരു സേഫ്റ്റിയാണ്, കൂടാതെ ഒരു വിശ്വാസം കൂടെയാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ എളുപ്പത്തിൽ എടുക്കാം. ഇല്ലെങ്കിൽ അക്ഷയ് സെന്ററിൽ ചെന്നാൽ മതി. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ചാനൽ കയറി FSSAI എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോകളെല്ലാം തന്നെ വരും. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. ഇനി ഇതിന്റെ ലൈഫ്, സാധാരണഗതിയിൽ ഫ്രിഡ്ജിൽ ശരിയായി സൂക്ഷിച്ചാൽ ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ സാധാരണ ഒരു 2 മുതൽ 4 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ഇനി ഈ കാലയളവിനെ സ്വാധീനിക്കുന്ന കുറെ കാര്യങ്ങൾ കൂടെയുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന ചേരുവകൾ അനുസരിച്ച് ഇതിന്റെ ഷെൽഫ് ലൈഫ് മാറി വരും. പ്ലെയിൻ ചോക്ലേറ്റ്, അതായത് മറ്റു ഫില്ലിങ്ങുകളൊന്നുമില്ലാതെ സാധാരണ ചോക്ലേറ്റ് കോമ്പൗണ്ട് കൊണ്ടുണ്ടാക്കിയ ചോക്ലേറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഷെൽഫ് ലൈഫ് ലഭിക്കുന്നത്. ഇത് ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതിരിക്കും. ഇനി നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത ചോക്ലേറ്റ് ആണെങ്കിൽ കാലക്രമേണ നട്ട്സിന്റെ എണ്ണമയം പുറത്തു വരും. അത് ഒരുതരം ചുവയുണ്ടാക്കും. ഈ ചോക്ലേറ്റിനുള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് അതിന് വേറൊരു ചുവ നൽകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവയുടെയൊക്കെ ഷെൽഫ് ലൈഫ് 2-3 ആഴ്ചയായിട്ട് കുറയുന്നുണ്ട്. അതിനു മുമ്പ് അത് കഴിച്ചിരിക്കണം. ഇനി ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കാരമൽ ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ചോക്ലേറ്റ് ആണെങ്കിൽ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. ഇവ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി സൂക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ചോക്ലേറ്റ് എപ്പോഴും വായു കടക്കാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വേണം വെക്കുവാനായിട്ട്. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലെ മറ്റുള്ള ഭക്ഷണങ്ങളുടെ ഗന്ധം ഇത് വലിച്ചെടുക്കും. ഈർപ്പം തട്ടി ഇതിന് ഭംഗി നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ 15 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചോക്ലേറ്റ് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനില. സാധാരണ ടെമ്പറേച്ചറിൽ, അതായത് റൂമിന്റെ താപനിലയിൽ, നമ്മളുടെ കേരളത്തിലെ ഈ ഈർപ്പവും ചൂടും ഒക്കെയുള്ള കാലാവസ്ഥയിൽ ചോക്ലേറ്റ് പുറത്തു വെച്ചാൽ പെട്ടെന്ന് ഉരുകിപ്പോകും. തണുപ്പുള്ള നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ച വരെ കുഴപ്പമില്ലാതെ ഇരുന്നേക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. കാരണം മറ്റൊന്നുമല്ല, കടകളിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റുകൾ അതിന് ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് പ്രിസർവേറ്റീവുകൾ ചേർക്കാറുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആയുസ് കുറവായിരിക്കും. ഇത് നമുക്ക് ഒരു പോരായ്മയായിട്ട് കാണാതെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്ന രീതിയിൽ ഒരു സെല്ലിംഗ് പോയിന്റ് ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മൾ ചോക്ലേറ്റ് വിൽക്കുമ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയതാണ്, പ്രിസർവേറ്റീവുകൾ ചേർത്തിട്ടില്ല, അതിനാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഹൈഡ് ചെയ്യരുത് ഒരു കാര്യവും. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കും. കാരണം ഈ കാറ്ററിംഗുകാർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് അന്ന് തന്നെ ചിലവായി പോകുന്ന സാധനമാണ്. എങ്കിൽ പോലും ഒരു പ്രിക്വേഷൻ എന്ന രീതിയിൽ നമ്മളിത് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇനി അധികം ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ചെറിയൊരു മുതൽ മുടക്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തം ചോക്ലേറ്റ് ബിസിനസ് തുടങ്ങാവുന്നതാണ്. വീട്ടിലിരുന്നു കൊണ്ട് മികച്ചൊരു വരുമാനം നേടാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 20,000 രൂപയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, നിങ്ങളുടെ വിശ്വാസ്യത ഒക്കെ ഈ ലക്ഷങ്ങളിലേക്ക് നമ്മളുടെ ബിസിനസിനെ കൊണ്ടുപോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാതെ പോകരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിൽ ഒരുപാടുണ്ട്. കൂടാതെ നിങ്ങളുടെ അറിയുന്ന ആളുകളിലേക്ക്, നിങ്ങൾ ഒരുപക്ഷെ ചെയ്യുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മുമ്പോട്ട് ഇനിയും അത്തരത്തിലുള്ള വീഡിയോകളാണ് വരാൻ പോകുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.